ഹലോ ഗൈസ്, അങ്ങനെ രാവിലത്തെ ഫുഡ് റെഡി കഴിഞ്ഞാൽ പിന്നെ വീട്ടു ജോലികൾ ചെയ്യണ തിരക്കിലായിട്ടാ. രാവിലെ ഞാൻ എനിക്ക് ആദ്യം ചെയ്യുന്നത് അടിച്ചുവാരി തുടക്കലാണ്. അത് എന്നെ അറിയാൻ എല്ലാവരും കളിയാക്കി പറയുന്ന പേരാണ് OCD. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറികൾ ഉണ്ടാക്കുന്ന തിരക്കിലായി. ഇന്നത്തെ സ്പെഷ്യലായിട്ട് ചെറുപയറും മത്തങ്ങയും കൊണ്ടുള്ള ഒരു ഒഴിച്ചേറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഏകദേശം നമ്മുടെ എരിശ്ശേരിയുടെ വേറൊരു വേർഷൻ. കടുകും കുറച്ച് ഉലുവയും കൂടെ പൊട്ടിച്ചിട്ട് കൊച്ചുള്ളി, വറ്റൽമുളക്, വേപ്പില, ആവശ്യത്തിന് പൊടികളിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മുടെ വെന്ത പയറും മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ തേങ്ങയും ജീരകവും പച്ചമുളകും കൊണ്ടുള്ള അരപ്പ് ആഡ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് തിളച്ചോട്ടെ. അടിപൊളി ടേസ്റ്റ് ആണ് ഈ കറി. എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. എല്ലാം കഴിയുമ്പോൾ ലേശം പച്ചവെളിച്ചനും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാട്ടെ. പിന്നെ ശുന്നനെ ഫുഡ് കഴിപ്പിക്കാനുള്ളത് അതൊരു ടാസ്ക് തന്നെ. പിന്നെ കൊച്ചിന്റെ പുറകെ ഓടി തന്നെ എങ്ങനെ വന്നാലും 2 മണിക്ക് ഫുഡ് കഴിച്ചു കഴിയുള്ളൂ. വീട്ടിലെ എല്ലാ പണികളും ഫുഡും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മ നേരെ പോയി ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കിയിട്ടാ. കുളി കഴിഞ്ഞാൽ പിന്നെ മോയ്സ്ചറൈസറും കുറച്ച് ലിബാമും കൂടി ഇട്ട് ഞാൻ സ്കിന്നിന്റെ കാര്യം സെറ്റായി. നൈറ്റ് കഴിഞ്ഞ് വന്നപാടെ തന്നെ മമ്മി അച്ചിങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ട് പിന്നെ കുറച്ച് പപ്പടം കൂടെ അങ്ങോട്ട് കാച്ചി. പിന്നെ ഒന്നും നോക്കിയിട്ട് നേരെ ചോറ് കഴിക്കാനായിട്ടിരുന്നു. നമ്മുടെ ആ ഒഴിച്ചുകറിയും അച്ചിങ്ങയും പപ്പടം കൂട്ടി ഒരു പിടിപിടിച്ച് പൊളി ഐറ്റം തന്നെയാണ്. ഇന്നത്തെ ഫുഡിന് ഒരു പച്ചമയോ ഉണ്ടാകെ. എന്നെ പോലെ ഡൈനിങ് മുറി വേറെ ഉണ്ടെങ്കിലും ടിവിയുടെ മുമ്പിൽ വന്ന് ഫുഡ് കഴിക്കുന്ന അസുഖം ആർക്കെങ്കിലും ഉണ്ടോ ഗൈസ്? ചില പണിയെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ ടിവിയും കണ്ട് ഫുഡ് കഴിക്കുന്ന ഫീൽ അത് വേറൊന്നും തന്നെയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ശുന്നനെ കിടത്തി അങ്ങോട്ട് ഉറക്കി. രാവിലത്തെ സമയങ്ങളിൽ നമ്മൾ ഹാളിലാണ്ടെ കൊച്ചിനെ കിടത്തി ഉറക്കണം. ഫ്രണ്ടിലത്തെ ഡോർ അടച്ചിട്ട് സമാധാനത്തോടെ ഇരുന്ന് എനിക്ക് ടിവിയും കാണാം. അങ്ങനെ ഒരു സിനിമയും കണ്ട് ചായയും കുടിച്ചു ഗൈസ്. അപ്പൊ ഓക്കെ.